ശരിക്കും ഞാൻ എക്സൈറ്റഡ് കേട്ടോ. അത് എന്താ സാധനം എന്ന് പോലും എനിക്കറിയില്ല. ഇനി ഇതൊക്കെ കൂടി ചേർത്തിട്ടാണോ അയാൾ ഈ പറഞ്ഞ കുട്ടിച്ചാത്തനും മാടനും മറുതി എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ തുറന്ന് എന്തായാലും ഇനി ഇത് യെസ്, ഇതാണ് മോതിരം. അയ്യോ, ഗൈസ്, മോതിരം ഇതാണ്. ഞാൻ ഫോട്ടോയിൽ കണ്ട പോലെയല്ല. ഇതിൻ്റെ ഉള്ളിൽ കാരണം ഞാൻ ഈ ക്യാമറയിലേക്കൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. കാരണം എനിക്ക് നിങ്ങളിനി കാണിക്കേണ്ടത് ഈ ഡീറ്റെയിലാണ്. ആ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് നമ്മുടെ ഐറ്റം. പൗഡറല്ല, ഒരു ഭസ്മല്ല, ഒരു ക്ലാവ് പോലത്തെ എന്തോ ഒരു സാധനം. എന്താ പോകുന്നുണ്ട് കേട്ടോ. അത് ഉരയ്ക്കുമ്പം അത് പോകുന്നുണ്ട്. അത് ഉരയ്ക്കുമ്പോൾ അത് പോകുന്നുണ്ട്. അത് കുറേ ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ ഒരു സാധനം വെക്കില്ലേ. യെസ്, ഇതാ അത് തുടയ്ക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ വരുന്നുണ്ട്. യെസ്, എൻ്റെ ദൈവമേ എന്നത് നോക്കിയിട്ട് വിളിക്കാനും പറ്റില്ലല്ലോ. ദൈവം എന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവർ അനുബിസ് ഹോറസ് എന്ന് പറയുമ്പോൾ ഈജിപ്ഷ്യൻ ഗോഡ്സാണ്. അപ്പോൾ വിളിക്കാം. തൽക്കാലം സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവങ്ങൾ വിളിയേക്കാതിരുന്നാൽ മതി. എൻ്റെ ഉമ്മ, ഇത് കാണണ്ടോ നിങ്ങൾ? അതിൻ്റെ ഡീറ്റെയിൽ കാണണ്ടോ? ഇത് അവിടുന്ന് ഇവിടെ എത്തുന്നേക്കാൾ കൂടുതൽ പണിയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ യഥാർത്ഥ മുഖം നിങ്ങളെ കാണിക്കാൻ. ആ ജാതി സാധനം. ഗൈസ്, ഈ സാധനം ഇപ്പം ഞാൻ എങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഫോക്കസ് ആവുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. അതിനെ വിട്ടേക്ക്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇത് ഏകദേശം എത്ര വെയിറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും? എങ്ങനെ പോയാലൊരു 50 ഗ്രാമിൻ്റെ മുകളിൽ ഇതിന് വെയിറ്റ് ഉണ്ടാവും. 50 grams, 50 ഗ്രാം വെയിറ്റ്. 50 ഗ്രാം വെയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് വിരലിട്ട് നടക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ 50 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ സാധനം. ഒരു രക്ഷയില്ലാന്നോ, ഒരു രക്ഷയില്ല. ഇവനൊന്നല്ല, ഈ തുത്തങ്കാമൻ എന്താ കണ്ണു മൂക്കും പോലില്ല കേട്ടോ. ഇതൊക്കെ എങ്ങനെ പോയാലും നമുക്ക് മനസ്സിലാവും. ഒരു 100-200 കാസ്റ്റ് എടുത്തിട്ടുണ്ടാവും ആ മോൾഡിൽ നിന്ന്. പക്ഷേ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതൊക്കെ കിട്ടുട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് ടൂൾസ് ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് കത്തി ഉണ്ടല്ലോ. ഉണ്ട്. ഇതാ ഒക്കെ പോരുണ്ട്. ഇരുന്ന് പണിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആണ്ടാ ഇരുന്ന് വർക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് കഴുകി നോക്കിയാലോ? ഞാനൊന്നത് കഴുകിയിട്ട് വരാം.
രക്ഷയില്ല കേട്ടോ. വിരൽ കിടക്കുമ്പോൾ തന്നെ ഒരു ഗൈസ്, ഞാനിത് കഴുകി എൻ്റെ മാക്സിമത്തിൽ കഴുകി പിന്നൊക്കെ ഉരച്ച് നോക്കി, കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇതെന്തോ ഒരു ക്ലാവ് ആണത്, അതാണ് സാധനം. എനിക്ക് അവർ അയച്ചു തന്നിട്ടുള്ള ഫോട്ടോയിൽ ഇത്രയും ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ പഴയ ഒരു ഫോട്ടോ ആയിട്ട് ആയിരിക്കും അത്. പക്ഷേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൽ ഏറ്റവും രസമായിട്ട് തോന്നിയത് എന്താണെന്നറിയാം, ഞാൻ ഇത് കഴുകി വൃത്തിയാക്കിയ സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയ സമയത്ത് ഉള്ളിലൊക്കെ ഒരു കറുത്ത കളറിലൊരു സാധനമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചില മോതിരങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതായത് ടൂൾസ് ഒന്നും എത്താത്ത ഭാഗത്ത് ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് അവർ പോകും, എന്നിട്ട് ആ ഭാഗം. അപ്പോൾ ഇത് വെള്ളിയാണ്, വെള്ളിയാണെന്ന് തോന്നുന്നു, എന്തായാലും സ്റ്റീലല്ല, വേറെ എന്തോ ഒരു മെറ്റീരിയലാണ്. ആ ഒരു ഭാഗത്ത് ഡോട്ടിട്ട് പോകുമ്പോൾ ആ ഒരു ബ്ലാക്ക് കളർ വരും. എൻ്റെ പഴയ മോതിരത്തിനൊക്കെ അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പക്ഷെ അത് ഉരച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ ഒരു മിനിറ്റ് ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് തരാം. സ്കാരബ് ഉണ്ട്, അതായത് അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്കാരബിനെ വർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അതായത് സ്കാരബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടില്ലേ, അതായത് മമ്മി മൂവിയിൽ ആ ഇതിലേ വന്നിട്ട് ഇങ്ങനെ ചവയ്ക്കുന്ന ഒരു വണ്ട്, അതായത് സ്കിന്നിൻ്റെ താഴത്ത് കൂടെ ഇങ്ങനെ കയറി പോകുന്നൊരു വണ്ട്, ഭയങ്കര ഫേമസ് ആണത്. അതാണ് സ്കാരബ്. സ്കാരബിൻ്റെ ഒരു ഡീറ്റെയിൽ ഇതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഡീറ്റെയിൽ. ഇതിലാ ഫറോവിൻ്റെ ഒക്കെ ഫേസ് ഉണ്ടല്ലോ, ശരിക്കും എന്താ പറയുക, ഒരു ഈജിപ്ഷ്യൻ ആക്ടേഴ്സൊക്കെ ആ ഒരു കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് ഇതിൻ്റെ ഫേസൊക്കെ. ഒരു രക്ഷയില്ല അതിൻ്റെ ഫേസിൻ്റെ ഡീറ്റെയിൽ. ഞാൻ സത്യം പറയാലോ, ഇതിൻ്റെ കയ്യിൽ കിട്ടുന്ന മൊമെൻ്റ് വരെ ഇതൊരു, ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല, എന്നാലും ഞാൻ പറയാം, ഇതൊരു നഷ്ടമായിരിക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നിരുന്നത്. പക്ഷേ എത്ര രൂപയാണോ അതിനു വേണ്ടി ഞാൻ ചിലവാക്കിയത്, അതിൻ്റെ ഇരട്ടി ചോദിക്കുന്നതാണെങ്കിൽ പോലും, അതിൻ്റെ ഇരട്ടിയാണ് ചോദിക്കുന്നതെങ്കിൽ പോലും ഈ ജാതി ഒരു സാധനത്തിന് നമ്മൾ കൊടുത്തു പോകും. നമ്മളെ കാര്യം എനിക്കറിയില്ല, ഞാൻ കൊടുത്തു പോകും. എന്നെപ്പോലെ ഭ്രാന്തിയുള്ള കുറേ എണ്ണം ഉണ്ടാവും. എടാ എന്തൊരു ഭംഗിയാ നോക്ക്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലൊരു വലിയ ശതമാനം ആൾക്കാർക്കും ഇത് നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അല്ലേ? ഉറപ്പല്ലേ ഇത്? ഞാനാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ പോയിട്ട് ഞാൻ ഈ സാധനം കാണും. പാഞ്ഞു പോരണം എന്നല്ല ഞാൻ പറയണത്, പക്ഷെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എന്താ അറിയാം, ഇത് കാണേണ്ട ഒരു സാധനമാണ്. ഈ പേപ്പറിൽ എഴുതിയതും എനിക്ക് ആ സാധനം, ഈ സാധനം പാപ്പറസ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പാപ്പറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, അതായത് ഈജിപ്ഷ്യൻ മാനുസ്ക്രിപ്റ്റ്സിൽ കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടെ കൂടുതലും തുകലാണ് പല സ്ഥലത്തും കണ്ടിട്ടുണ്ടെങ്കിലും ഈജിപ്ഷ്യൻ മാനുസ്ക്രിപ്റ്റ്സിൽ പണ്ട് മുതലേ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ പാപ്പറസ്, അതായത് ഒരു പ്രത്യേകതരം പേപ്പറാണ്. സ്റ്റിൽ അവിടെ പാപ്പറസ് മേക്കിംഗ് ഉണ്ട്. ചിത്രം വരയ്ക്കാനും കാലിഗ്രഫി ചെയ്യാനൊക്കെ പല ആളുകളും ഉപയോഗിക്കുന്നത് പാപ്പറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് മേ ബി അതിനുള്ളൊരു സാധ്യത ഉണ്ട്. പാപ്പറസിൽ എന്തോ എഴുതിയതാണ്. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഫോണിൽ ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ. ഞാൻ ഗൂഗിൾ ഫോട്ടോസിലൊന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. സ്കാൻ ചെയ്ത് നോക്കിയാൽ എന്ത് വരും എന്നുള്ളത്. യെസ്, ഇത് ഹിബ്രു ആണ്. ഹിബ്രുവിൽ ബെഹിത്സാല
ബെഹിത്സാല എന്ന് പറയുന്ന വാക്കാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. എൻ്റെ മുഖമാണ് ഫോക്കസ് ആവും, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത് ഇപ്പം നമ്മൾ കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ ഫോട്ടോസിൽ നോക്കുന്ന സമയത്ത് ബെഹിത്സാല എന്ന് പറയുന്ന ഒരു വേർഡാണ്, ഹിബ്രു ആണ് ലെറ്റർ ലാംഗ്വേജ് അതിൽ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മീനിങ് നോക്കട്ടെ. ബെഹിത്സാല, ബെഹിത്സാല. ബെഹിത്സാല എന്ന് പറയുന്ന വാക്കിന് സക്സസ്ഫുള്ളി എന്ന് അർത്ഥമുണ്ട്, ഗുഡ് ലക്ക് എന്ന് അർത്ഥമുണ്ട്, ഇൻ റെസ്ക്യൂ എന്ന് അർത്ഥമുണ്ട്. നെക്സ്റ്റ് അടിച്ച് നോക്കുമ്പോൾ ഇൻ റെസ്ക്യൂ എന്നാണ്. ഇൻ റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിൽ. അപ്പോൾ ഒന്നുകിൽ ബെഹിത്സാല എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇതിപ്പോൾ അതന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അല്ലേ. ഞാൻ ഫോൺ ഇവിടെ നിന്നെടുത്ത് മാറ്റി. മൂടുപോയി. ആകട്ടെ. ബെഹിത്സാല എന്ന് പറയുന്ന ഈ വാക്ക്, ഇതിപ്പോൾ ബെഹിത്സാല ആണെങ്കിൽ ഗൂഗിൾ പറയുന്നത് ഇത് ഹിബ്രു വാക്കിനോട് ബന്ധമുള്ള ഒരു വാക്കാണ്, ഹിബ്രു ആവാൻ സാധ്യതയുണ്ട്. അത് ഹിബ്രു ആണെങ്കിൽ ബെഹിത്സാല എന്നാണ് ഈ ഒരു വാക്കിൻ്റെ ഉച്ചാരണം. ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ ഞാൻ ബെഹിത്സാല നോക്കി. ബെഹിത്സാല 3 അർത്ഥങ്ങളാണുള്ളത്, പല യൂസേജിൽ വരുന്നുണ്ട്. ഒന്ന് സക്സസ്ഫുള്ളി. അങ്ങനെയാണെങ്കിൽ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് സക്സസ്ഫുള്ളി ഇതെൻ്റെ കയ്യിലെത്തി എന്നായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് സക്സസ് നേരുന്നു എന്നായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗുഡ് ലക്ക് എന്ന് പറയുന്ന വാക്കും നല്ലതാണ്. എന്നോടൊരു നല്ല അർത്ഥമായിരിക്കും അയാൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഗുഡ് ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതായിരിക്കും സക്സസ്ഫുള്ളി. പക്ഷേ ഇൻ റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിൽ മേ ബി അയാളുടെ കഥയിൽ അയാൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് എന്നെ സംരക്ഷിക്കാനായിട്ടുള്ള കുറച്ച് സോൾസ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ അവരുടെ രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ചായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. എനിവേ, സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാൻ AC-ൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, AC ഒക്കെ ഓഫാക്കിയിട്ട് 1 മണിക്കൂറിന് മുകളിൽ കഴിഞ്ഞു. ഞാൻ പിന്നെ കറണ്ട് വന്നതിന് ശേഷം കറണ്ട് പോയതിന് ശേഷം AC ഓൺ ആക്കിയിട്ടില്ല. ഇത് AC-ൻ്റെ തണുപ്പല്ല, നല്ല തണുപ്പുണ്ട്. കാരണം അതേപോലത്തെ ഒരു സാധനമാണ് ഇതിനൊന്നും ഒരു തണുപ്പില്ല, നല്ല തണുപ്പുണ്ട്. ചിലപ്പോൾ ഞാൻ കഴുകിയത് കൊണ്ടുള്ള തണുപ്പാണോന്നും അറിയില്ല. എന്തായാലും നല്ല തണുപ്പ് ഇതിനുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. ഏകദേശം 50 ഗ്രാംസിൻ്റെ മുകളിൽ ഇതിന് വെയിറ്റ് ഉണ്ട്. ഇനിയിപ്പം ഞാൻ ചുമ്മാ പറയുകയാണെന്ന് വിചാരിക്കേണ്ട, ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ജ്വല്ലറി പോയിട്ട് ഈ സാധനത്തിൻ്റെ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പം ഞാൻ ശബ്ദം കേൾപ്പിച്ചു തരാം, അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ. കേട്ടോ, ഈ സാധനം ഞാൻ ചുമ്മാ അങ്ങനെ ഇട്ട് കാണിച്ചു തരാം. ഞങ്ങൾക്ക് ഞാൻ ക്യാമറയും കൂടി കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ചുമ്മാ ഒരു സാധനം പറഞ്ഞു ആരും പറയരുതല്ലോ. ഇപ്പം അത് വന്ന് കയറിയപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കയറിയ പോലെ ഒരു തോന്നലുണ്ട് കേട്ടോ, സീരിയസ്ലി. നമ്മളെ ടീം കൂടെ ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് അല്ലേ? അതെ.